ധാർമ്മിക ച്യുതികളും കുടുംബ തകർച്ചകളും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. കാര്യം മയക്കിന് കിട്ടിയിട്ടുള്ള ഈ അപ്ലോസ് മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ഒരു ഇതൊരു രോഗമാണിത്. നമ്മൾക്ക് ഒരു സൂചന തരികയാണ്. കാര്യം അതിൻ്റെ താഴെയുള്ള കമൻറ്റുകളാണ് നമുക്ക് തരുന്ന സൂചനകൾ. മൈക്കിന് മാത്രം അപവാംശമല്ലത്. അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ മഹാസമൂഹം ഇന്ന് ഭൂമിയിലുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം നിൻ്റെ ഭർത്താവ് നിന്നോടൊരു താല്പര്യക്കോടെ കാണിക്കണമെന്ന് വിചാരിച്ചോ? വല്ല വായി നോക്കി പെണ്ണുങ്ങളെ അയാളെ തോണ്ടിക്കാണും, രണ്ട് കിളി വർത്താനം പറഞ്ഞു കാണും. പിന്നെ ചിലപ്പോൾ നിൻ്റെ പക്ഷവും നിൻ്റെ സംസാരം ചിരിയൊന്നും അയാൾ കത്ത് തുമ്പത്തോടും അങ്ങോട്ട് ഏക്കണില്ല. ഇതാണ് ടെസ്റ്റ് പേപ്പർ. ഞാൻ പറഞ്ഞില്ല, അനൗൺസ്ഡ് എന്ന് പറഞ്ഞില്ലേ, പാഠ്യഭാഗത്തിൽ പഠിക്കാത്ത പുസ്തകം, പഠിക്കാത്ത ഭാഗത്തു നിന്നുള്ള ചോദ്യമാണിത്. ഇത് നീ പ്രതീക്ഷിച്ചില്ല. ഒരമ്മ എന്നോട് പറഞ്ഞ് ഞാൻ എപ്പോഴും ഓർക്കും, അച്ഛാ 16 വയസ്സ് വരെ എൻ്റെ മകന് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പൈതനെപ്പോലെ വളർത്തിയതാണ്. ഈ 16-ാമത്തെ വയസ്സിൽ അവൻ കാണിക്കുന്ന കാട്ടം കണ്ടിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നണമെന്ന്. കാര്യം പെട്ടെന്ന് ആളങ്ങോട്ട് ചേഞ്ച് ചെയ്തു പോകും, സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞ് തിരിച്ചു വരും ചേച്ചി, വിഷമിക്കണ്ട. ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഈ ആളെ കണ്ടിട്ടാണ് പറഞ്ഞത്. കാര്യം തിരിച്ചു വരണ ഒരു കോൺസെപ്റ്റ് ലോകത്തിന് കൊടുത്തത് ഈശോയാണ് അല്ലേ? എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ തിരിച്ചു വരും. അതുപോലെ നമ്മൾ അവനെ നല്ല കാലത്തെ കർത്താവിൻ്റെ വചനം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ പ്രാർത്ഥന നമ്മുടെ കൂടെ അവനെ ചെല്ലിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ചു വരും. ചില മക്കളൊക്കെ ഇങ്ങനെ 10, 16, 17, 18, 19, 24 വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ അപഭ്രംശം കാണിച്ചാലും ദേ വിൽ റിട്ടേൺ ബാക്ക്. അവൻ ചിലപ്പോൾ നീ വേണമെങ്കിൽ ചിലപ്പോൾ അവൻ തിരിച്ചു വരണപ്പോൾ നീ മരിച്ചു പോയെന്ന് വിചാരിച്ചോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? തല ചായച്ച് സമർപ്പിച്ചാൽ മതി. ഇപ്പം മരണമില്ല ആനക്കാര്യമല്ലല്ലോ ഇപ്പോൾ ഇടക്കിടയ്ക്ക് സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പം ഇന്ന് പ്രസവിക്കണം, നാളെ ഞാൻ ചിലപ്പോൾ ഈ സമയത്ത് വേറെ അച്ഛനായിരിക്കും പ്രസവിക്കുന്നത്. ഇവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം അമ്മയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാരണം എനിക്ക് ആ വിഷയത്തിൽ ടെൻഷനൊന്നുമില്ല. അപ്പോൾ എന്നാലും ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കാണാതെ വിശ്വസിക്കുന്നവരാണ് കണ്ടവരെക്കാളും ഭാഗ്യമുള്ളവരെന്ന്. പിന്നെ നമുക്കെന്താ കുഴപ്പം? അപ്പോഴങ്ങനെ ഒരു അവസ്ഥ വന്നാൽ പോലും നീ നിരാശയോടെ കർത്താവിൻ്റെ അടുത്ത് പോകേണ്ട ഒരു കാര്യമില്ല. തല ചായ്ക്കുക, സമർപ്പിക്കുക. ഈശോ നമുക്ക് തന്നൊരു സംഭവമാണ് അത്. തല ചായ്ക്കുക, അതായത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയം, ആകസ്മികമായിട്ടുള്ള സങ്കടങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കാത്ത ജീവിതാനുഭവങ്ങൾ വ്യക്തികളിൽ നിന്നുണ്ടാകുക, നമ്മൾ വിശ്വസിച്ച ആൾക്കാരിൽ നിന്നുണ്ടാകുക. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ പേര് നീ വിഷമിക്കാനോ, ഭക്ഷണം കഴിക്കാണ്ടിരിക്കാനോ, മിണ്ടാണ്ടിരിക്കാനോ, എല്ലാം തകർന്നെന്ന് ചിന്തിക്കാനോ ഒരു കഥയുമില്ല. മറിച്ച് എന്താണ്? തല ചായ്ക്കുക, സമർപ്പിക്കുക. ആ വചനം അതിമനോഹരമായൊരു വചനമാണ്. അതായത് യോഹന്നാൻ്റെ സുവിശേഷമില്ലേ 19:30, അവൻ തല ചായ്ച്ചു, ജീവനെ സമർപ്പിച്ചു. ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ തർക്കമില്ലാതെ, ബഹളമില്ലാതെ പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയത്തെ സംഗ്രഹിക്കണം. ആ ഹൃദയത്തെ സംഗ്രഹിക്കുന്നതിൻ്റെ ശരീരഭാഷയാണ് തലചായ്ക്കുക, സമർപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാവോ? അടുത്താണ് നമ്മൾ തലചായ്ക്കണത്? പരമപിതാവിൻ്റെ തിരുസന്നിധിയിലാണ്. ആർക്കാണ് സമർപ്പിക്കണത്? ദൈവ തിരുസന്നിധിയിലാണ്. ഇതന്നെയല്ലേ ഹൃദയത്തെ സംഗ്രഹിക്കുക എന്ന് പറയണത്. ഇപ്പം നമ്മൾ ലുക്ക 8:21, 11, ലുക്ക 11:27 വചനങ്ങളെല്ലാം പറയണത് എന്താണ്? യേശുവിൻ്റെ അമ്മ ഹൃദയത്തെ സംഗ്രഹിച്ചു. എപ്പോഴാണ്? ഈശോ കൈയൊഴിഞ്ഞ പോലെ സംസാരിച്ചപ്പോഴല്ലേ? 2:52 ഈശോ കൈയൊഴിഞ്ഞ പോലെ സംസാരിച്ചേ.
അപ്പോഴാണ് അമ്മ തല ചായ്ച്ചത്. ഈ സുവിശേഷ പ്രഭാഷണത്തിൻ്റെ പേരെന്താണ്? മരിയൻ ഉടമ്പടി തരവെന്നാണ്. അതുകൊണ്ട് മരിയൻ കയറി വരണത്. ഞാൻ ചില സമയത്ത് ഓർത്ത് പോയിട്ടുണ്ടേ, അതായത് ഇപ്പം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണെന്ന് പറഞ്ഞില്ലേ, അത് ആ ശാന്തശീലതയും വിനീത ഹൃദയവും അമ്മ എവിടെയാണ് സൂചിപ്പിച്ചത്? എവിടെയാണ് അമ്മ ആദ്യം പ്രകടിപ്പിച്ചത്? ഈശോത്തെ പഠിച്ചു. നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കാൻ പറയുന്നു. അതെവിടുന്നാണ് പഠിച്ചത്? ഈശോ കൈ ഒഴിഞ്ഞൊരു സമയമുണ്ട് അമ്മയ്ക്ക്. അതേത് സമയമാണ്? നിങ്ങൾ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ അന്വേഷിക്കണം എന്ന് ചോദിച്ചില്ലേ? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കണത്? എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ അപ്പം തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നില്ലേ? ഇത് കൈയൊഴിയലാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നമ്മൾ 2:48 വായിക്കുന്ന സംഭവമില്ലേ? അമ്മയെ സംബന്ധിച്ചിടത്തോളം പുത്രൻ്റെ മകൻ്റെ കൈയൊഴിയലാണ്. അമ്മമാരെന്നെ കേൾക്കുന്നവരൊക്കെ ഓർത്തേക്കണേ, മക്കളിൽ നിന്ന് എപ്പോഴായാലും കൈയൊഴിയൽ നമ്മൾ മേടിക്കണമല്ല പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയണം. അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അമ്മ. ഈശോ എന്താ ചോദിക്കണത്? എൻ്റെ മകനെ, ഞാനും നിൻ്റെ പിതാവും കൂടി എന്തുമാത്രം നിന്നെ അന്വേഷിച്ചെന്നോ എന്ന് ചോദിക്കുമ്പോൾ എന്താ, നിങ്ങളെന്തിനാണ് എന്നെ അന്വേഷിച്ചത്? അതാണ് ചോദ്യം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേപൃതനായിരിക്കേണ്ടവനാണെന്ന് അറിയില്ലേ? അപ്പോൾ അവിടെ പിതാവ് വന്നു. ഇത്രയും നാൾ പറയാതിരുന്ന ഒരാളാണ് ആദ്യമായിട്ട് വരുന്നത്. ഇത്രയും നാൾ പിതാവിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലേ? ഇത്രയും നാൾ പറയാതിരുന്ന അപ്പനും അമ്മയൊക്കെ വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് വന്നു. അത് പെട്ടെന്നൊരു മകൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുമ്പോഴേ, ഒരു അമ്മയാണെങ്കിൽ താങ്ങാൻ കുറച്ച് സമയമെടുക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അമ്മ മിണ്ടിയിലല്ല, തുളുമ്പില്ല. അമ്മ തുളുമ്പിയിലെന്ന് പറയാൻ, അമ്മ ആ വിഷയത്തിൽ യേശുവുമായി തർക്കിക്കാൻ തയ്യാറല്ല. അമ്മ ആ വിഷയത്തിൽ യേശുവുമായി ബഹളം വെക്കാൻ തയ്യാറല്ല. അവൾ തർക്കിച്ചില്ല, ബഹളം വെച്ചില്ല. എന്ന് പറയാൻ വേണ്ടി എന്താണ് വചനം പറഞ്ഞിരിക്കുന്നത്? അവൾ ഹൃദയത്തെ സംഗ്രഹിച്ചു, തല ചായ്ച്ചു. അവൾ ഹൃദയത്തെ സംഗ്രഹിച്ചു. എന്താണ്? ദൈവഹിതം. അതാണ് ദൈവഹിതം. എന്താണ്? യേശു പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണ്. ദൈവഹിതം. ആ ദൈവഹിതത്തിന് ആദ്യമേ ഈശോയുടെ അമ്മ കർത്താവിന് ദാസെന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ തന്നെ അടുത്ത ഭാഗമാണ് അവൾ ഹൃദയത്തെ സംഗ്രഹിച്ചു എന്ന് വെച്ചാൽ ഈശോനെ പോലെ തല ചായ്ച്ചു എന്നാണ്. എന്തിനു തല ചായ്ച്ചു? തല ചായ്ക്കുന്നവർ മനുഷ്യൻ്റെ ഹൃദയത്തിനല്ല തല ചായ്ക്കണത്. തല ചായ്ക്കുന്നവർ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, കൈയൊഴിയപ്പെട്ട ബന്ധം എല്ലാത്തിനും നമ്മൾ തല ചായ്ക്കും. ആകസ്മികമായി സംഭവിക്കുന്ന സംഭവങ്ങൾ, അത് നമുക്കുണ്ടാക്കുന്ന ആഘാതങ്ങൾ, എല്ലാത്തിനും നമ്മൾ തല ചായ്ക്കും. എന്തിനാണ് തല ചായ്ക്കണത്? ഐ കമാൻഡ് മൈ സ്പിരിറ്റ്. ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ആർക്ക്? ദൈവഹിതത്തിന്. ദൈവരല്ലേ? ഒരു വിശ്വാസിയുടെ ദൈവരാജ്യം എന്താണ്? ഇതുപോലെ ദൈവഹിതത്തിന് സന്തോഷത്തോടെ സമർപ്പണം ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമേ, വിശ്വാസം, പ്രത്യാശ, സ്നേഹമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും, ഉടനെ പറയും സമർപ്പണം കൂടി ഉണ്ട് കേട്ടോ എന്ന് പറയും. കാര്യം പ്രാർത്ഥനയുടെ ഏറ്റവും മുന്തിയ രൂപമെന്ന് പറഞ്ഞാൽ എന്താണ്? സമർപ്പണമാണ്. പ്രാർത്ഥന ഏറ്റവും മുന്തിയ രൂപം എന്താണത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹമൊക്കെ പ്രാർത്ഥനയുടെ ജൈവരൂപങ്ങളാണ്, അതിൻ്റെ അകത്ത് ചേരുവകകളാണ്. പക്ഷേ ഏറ്റവും വലിയ ചേരുവക എന്താണ്? സമർപ്പണമാണ്. സമർപ്പണത്തിൽ നിന്നാണ് ഹൃദയത്തെ സംഗ്രഹവും, സമർപ്പണത്തിൽ നിന്നാണ് ഈശോനെ പോലെ മൗനവും, സമർപ്പണത്തിൽ നിന്നാണ് ബഹളം വെക്കാത്തതും, സമർപ്പണത്തിൽ നിന്നാണ് തർക്കിക്കാത്തതും. ഇങ്ങനെ കുറേ സാധനങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ ഇതെല്ലാം വരണം എവിടെയാണ്? ആകസ്മികമായ ജീവിത അനുഭവങ്ങളുടെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൽ കാണിക്കുന്ന മാനസിക അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ അതാണ് ആദ്യത്തെ ക്രിസ്മസ്. ദൈവത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ ഹിതത്തിന് ഏതെല്ലാം രീതി കീഴ്വഴങ്ങുന്നുവോ അവിടെയെല്ലാം ക്രിസ്മസ് സംഭവിക്കും.
പുൽക്കുട്ടി നടക്കുന്ന ഏറ്റവും വലിയ ജനനമെന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനം മാത്രമല്ല, അമ്മ ഒരു സ്വർഗത്തിൻ്റെ കുഞ്ഞായി ജനിക്കുന്ന ഒരു സമയമാണത്. ഹൃദയത്തിൽ സംഭരിക്കുന്നതോടു കൂടി മറിയം ഒരു മനുഷ്യ ഒരു വ്യക്തി എന്നതിനേക്കാളുപരി ഒരു സ്വർഗത്തിൻ്റെ വ്യക്തിയായി കുഞ്ഞായി ജനിക്കുന്ന ഒരു സമയം കൂടിയാണത് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത്. നമ്മൾ അവസാനിപ്പിക്കണം. നിങ്ങൾ യൂട്യൂബിൻ്റെ ഭാഗങ്ങൾ ഒന്നുകൂടി കേൾക്കണം. കാര്യം ഞാൻ ഇതൊന്നും പഠിച്ച കാര്യങ്ങളല്ല. പഠിച്ച കുറേ വചനങ്ങൾ ഞാൻ അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊന്നും കർത്താവ് ശുശ്രൂഷയിൽ എടുത്തില്ല. ഇപ്പോഴേ ഒരു വചനമേ എടുത്തുള്ളൂ. ബാക്കിയെല്ലാം ഈശോ കൂട്ടിച്ചേർക്കപ്പെട്ട വചനങ്ങളാണ്. കൂട്ടിച്ചേർക്കപ്പെടുന്നത് എപ്പോഴും സുവിശേഷത്തിൻ്റെ ഒരു വലിയ ഒരു രീതിയാണ്. അവൻ കൂട്ടിച്ചേർത്ത് നൽകുമെന്നല്ലേ പറയണത്. നമുക്കൊരു വചനം തന്നിട്ട് അതിൻ്റെ കൂടെ കുറേ വചനങ്ങൾ കർത്താവ് ഇപ്പോൾ കൂട്ടിച്ചേർത്ത് തന്നിട്ടുണ്ട്. അതെല്ലാം കർത്താവ് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനത് ചിന്തിച്ച് പറഞ്ഞ കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബ് നിങ്ങളൊന്നുകൂടി കേൾക്കണം. നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലെല്ലാം ദൈവരാജ്യം അങ്ങ് റെഡിമെയ്ഡ്, റെഡി ടു ഈറ്റ് ഫാസ്റ്റ് ഫുഡ് പോലെ ഇരിക്കുകയാണ്. ഇതിന് മുഴുവനും ദൈവരാജ്യത്തിൻ്റെ ഫാസ്റ്റ് ഫുഡാണ്. കാരണം നിങ്ങൾ അനുഭവിച്ച വിഷയങ്ങളുടെ മേലെല്ലാം കർത്താവിന് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അതിലേക്ക് നിന്നെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അത് നിനക്ക് ക്രിസ്മസ് ഉണ്ടാക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. മക്കളെ, അനുഗ്രഹത്തിൻ്റെ ഈ നിമിഷങ്ങളിലെ അതീവ സന്തോഷത്തോടുകൂടി പരിശുദ്ധമ്മ ജീവനോടെ നിന്ന് മധ്യസ്ഥം വഹിക്കുന്ന ആരാധനയുടെ നിമിഷം. എൻ്റെ മക്കള്, ശാരീരികമായ വേദനപ്പെടുന്ന എല്ലാ രോഗാതുരമായ സ്ഥലങ്ങളിലും നിങ്ങളുടെ കൈകളെ വെക്കുക. കൈകൾ വെച്ച് പ്രാർത്ഥിച്ചിട്ട് സൗഖ്യപ്പെടുത്തുന്നത് കൃപാസനത്തിന് കർത്താവ് തന്ന ഒരു പുണ്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എവിടെയെല്ലാം നിങ്ങൾക്ക് വേദനയുണ്ടോ, കഴുത്തിലെ വേദന, സ്പണ്ടിലോസിസിൻ്റെ വേദന, അവന് തൈറോയിഡിൻ്റെ വേദന, ടോൺസിലിൻ്റെ വേദന, സാധാരണ തൊണ്ട അഴുക്കലുണ്ടാകുന്ന വ്യക്തിയാണോ നീ? ചിലപ്പോൾ തലനീരിറങ്ങി അങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ അത് കോവിഡിന് ലക്ഷണമായിട്ട് നീ വിഷമിക്കുകയും ചെയ്യാറുണ്ട്. തലനീറിറങ്ങുന്നവർ തലയിലും കൈവെക്കേണ്ടതാണ്. തലനീറങ്ങുന്നത് ചെറിയ ചെറിയ രോഗമല്ല, വലിയ രോഗമാണ്. അത് വലിയ കാലേ വരെ അത് നീരിറങ്ങി വരും. അത് നെട്ട് നടുവലിന് നീരിറങ്ങി വീഴും. അത് കഴുത്തിൽ നീരിറങ്ങി വീഴും. തലേന്ന് അത് തുടങ്ങണം. ശരിക്കും ആയുർവേദ പ്രകാരം തലേന്ന് തുടങ്ങണ നീരാണത്. അപ്പം അങ്ങനെ വ്യത്യസ്തങ്ങളെ കൈ പൊക്കാൻ പാരാത്തവരുണ്ടാകും. കാല തളർന്നിരിക്കുന്ന ആൾക്കാരുണ്ടാകും. തളർന്ന പോലെ തോന്നുന്ന ആൾക്കാരുണ്ടാകും. അവരെല്ലാം തലയിലാണ് കൈവെക്കേണ്ടത്. പതകിന് നീര് കെട്ടി കിടക്കുന്ന ആൾക്കാരുണ്ട്. പതകിന് നീര് വെച്ച് പൊട്ടണവരുണ്ട്. നീര് പൊട്ടെന്ന് പറയത്തില്ലേ, അതുപോലെ പൊട്ടണവരുണ്ട്. അവിടെ എല്ലാം കൈവച്ച് പ്രാർത്ഥിക്കുക. ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ശ്വാസകോശ രോഗികളെ ശ്വാസകോശ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. മക്കളെ, ഇപ്പോഴേ അമ്മ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന, അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. അവിടെ നിന്നാണ് ഈ പ്രാർത്ഥന ഉയരണത്. ദിവ്യകാരുണ്യ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നീ പൂർണ്ണമായി വിശ്വസിക്കണം. അടിവയറ്റിൽ വേദനയുള്ളവരുണ്ടാകാം. പരീക്ഷിച്ച് ക്രമം തെറ്റി വരുന്ന ആൾക്കാരും വരാത്ത ആൾക്കാരും ഒത്തിരി കാലതാമസം വരുന്നവർ, വരുമ്പോൾ മരണവേദന അനുഭവിക്കുന്ന ആൾക്കാരും ഉണ്ടാകും. അവരെല്ലാം അടിവയറ്റ് കൈവെക്കുക. നടുവിന് വേദനയുള്ളവരും കിഡ്നി കല്ലുള്ളവരും കിഡ്നിയിൽ ചുരുക്കമുള്ളവരും ഒക്കെ നടുവിന് കൈവെക്കുക. ഹൃദയത്തിന് അസുഖമുള്ളവർ ഇടനെഞ്ചിൽ കൈവെക്കുക. എൻ്റെ മക്കളെ, ഇപ്പോൾ ഇതുകൊണ്ട് സുഖപ്പെടുമെന്ന് കർത്താവിനെ സുഖപ്പെടുത്താൻ പോവുകയാണ്. അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. കാര്യം അച്ഛനെന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 10,000 സാക്ഷ്യം പറഞ്ഞ
ഒരു അൾത്താര ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമുക്ക് വേറെ തെളിവൊന്നും നമുക്ക് വേണ്ട. യൂട്യൂബിൽ കിടക്കുന്ന സാക്ഷികൾ മാത്രം മതി നമ്മുടെ തെളിവ്. സന്തോഷമായി ശരീരം മുഴുവൻ വീർത്ത് പൊട്ടണ ആൾക്കാരുണ്ട്. അവർക്കിങ്ങനെ സ്വസ്തിക പോലെ ഇങ്ങനെ കൈ ചുരുട്ടി വെക്കാൻ പറ്റും. കാര്യം ആകപ്പാട് വിസർപ്പ രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ, വാതപ്പൊട്ടുകൾ, ചിരങ്ങികൾ, ചൊറികൾ, അപസ്മാര രോഗങ്ങളുള്ളവർ ശിരസിലാണ് കൈവെക്കേണ്ടത്. ന്യൂറോ എല്ലാ രോഗികളും ശിരസിൽ കൈവെക്കണം. മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന് തോന്നുന്ന പ്രവണത അവസാനിപ്പിക്കാൻ ഈശോ പറയുകയാണ്. അങ്ങനെ രോഗികൾ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് കാഴ്ചയിലുണ്ട്. ആരെയും വൈരാഗ്യപ്പെടുത്തുക, അവരെ വേദനിപ്പിക്കുക, വിഷമിപ്പിക്കുക, പ്രതികാരം ചെയ്യുക, അങ്ങനെയുള്ള എല്ലാം അവസാനിപ്പിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അനീതി അവരുടെ കയ്യിൽ നിന്നാണ്, എതിർ പാർട്ടിയുടെ കയ്യിൽ നിന്നാണെങ്കിലും എൻ്റെ മക്കൾ ഈശോനെ പ്രതി ഇപ്പോൾ അത് ക്ഷമിക്കാൻ പറയണം. നിന്നെ സുഖപ്പെടുത്താൻ കർത്താവ് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്നോട് ഈ നോട്ടേഷൻ പറയണത്. ഇങ്ങനെ സംഭവിച്ചവരുണ്ടെന്ന് പറയണത്. ഉദരത്തിൽ നിന്ന് വെറുതെ വയറ്റിൽ നിന്ന് പോകുന്ന ആൾക്കാരുണ്ട്, പോകാത്തവരുണ്ട്. അവരുടെ അടിവയറ്റ് കൈവെക്കേണ്ടതാണ്. മൂത്രം ഒഴിക്കുമ്പോൾ വേദന, മൊത്തത്തിൽ പഴുപ്പ്, മൊത്തത്തിൽ ചോര, ബ്ലഡ് യൂറിയ ഒക്കെ ഉള്ള ആൾക്കാരെ അടിവയറ്റ് കൈവെക്കേണ്ടതാണ്. കർത്താവേ, എല്ലാ മക്കളും നിരന്നിരുന്ന് ലോകം മുഴുവനും അങ്ങയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോ ദൈവകുർബാന ജീവനോട് എഴുന്നള്ളിയിരിക്കുന്നവനെ, മക്കളില്ലാത്തവർ ഇപ്പോഴും അങ്ങയുടെ തിരുസന്നിധി പ്രാർത്ഥിക്കുന്നുണ്ട്. ഗർഭാധാന ശിശുവുള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ എന്നും മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും അടിയാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ നീ നിൻ്റെ അവകാശം ഓഹരിയുമാകുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പൗരോഹിത്യത്തെ ഞാൻ ആസ്പദമാക്കി അങ്ങയുടെ തിരുസന്നിധി സമർപ്പിക്കുകയാണ്. കർത്താവേ, കൈവിട്ട് കളയരുത്. കർത്താവേ, മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്തവരുണ്ട്. ഈശോയെ, ഒരു വരുമാനം 10 പൈസ കൈ കിട്ടിയിട്ട് മാസങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്. ഗവൺമെൻറ്റിൽ നിന്ന് റേഷൻ ഉള്ളത് കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. കർത്താവേ, അവരെല്ലാം നീ താങ്ങിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ജീവിതമാർഗം മുട്ടിയവരുണ്ട്. ഈശോയെ, വരുമാന മാർഗമില്ലാത്തവരുണ്ട്. കർത്താവേ, അവരെല്ലാം നീ ഓർക്കണമേ. കർത്താവേ, വിവാഹം ഒത്തുവരാത്തവരുണ്ട്. ഈശോയെ, കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്. കർത്താവേ, ജീവിക്കാൻ മാർഗമില്ലാതെ പല സ്ഥലങ്ങളിൽ അകപ്പെട്ടു പോയവരുണ്ട്. കർത്താവേ, തിരിച്ചു പോരാൻ പോലും പണമില്ലാതെ അന്യരാജ്യങ്ങൾ അകപ്പെട്ടു പോയവർ ഉണ്ട്. കർത്താവേ, അവിടെ തന്നെ ജോലിയില്ലാതെ കർത്താവ് തെണ്ടിത്തിരിയുന്നവരും വിഷമിക്കുന്നവരും ഓരോരോ കൂട്ടുകാരുടെ മുറികളിൽ ഒളിച്ചിരിക്കുന്നവരുണ്ട്. കർത്താവേ, വിസ ഇല്ലാത്തതിൻ്റെ പേരിൽ പാത്തും പതുങ്ങിയും ജീവിക്കുന്നവരുണ്ട്. കർത്താവേ, എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ വേദനിക്കുന്നുണ്ട്. അമ്മേ, ഇപ്പോഴാ മക്കൾക്കെല്ലാം വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവേ, പഠിക്കണ കാര്യത്തെ തകർച്ച ബാധിച്ചവർ, അഡ്മിഷൻ ഇല്ലാത്തവർ, അഡ്മിഷൻ ശ്രമിച്ചിട്ട് യോഗ്യതയില്ലാത്തതുകൊണ്ട് കിട്ടാത്തവരും തകർന്നു പോയവരും ഇനി എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ വേദനിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മമാരും മക്കളുണ്ട്. കർത്താവെ, അവരെല്ലാം ഏറ്റു പ്രാർത്ഥിക്കണം. ഈശോ നിരന്തരമായി മരുന്നിലിരിക്കുന്നവരെ അങ്ങേക്ക് ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ ഓർത്ത് വേദനിക്കുന്നവർ, സംസാരിക്കാത്ത മക്കൾ, ജന്മനാ കർത്താവെ കഴുത്ത് ഉറക്കാത്ത മക്കൾ, കണ്ണ് കാണാത്ത മക്കളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മുടി കൊഴിയുന്ന മക്കൾ സമർപ്പിച്ച് തൊലി കർത്താവ് ഞെറിഞ്ഞു വരുന്ന അവസ്ഥകൾ, വിസർപ്പരോഗികളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വല്ലാത്ത ഉറക്കമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉറക്കമില്ലാത്തവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉറക്കം വരാത്തവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വരം കേൾക്കുമ്പോൾ പേടിയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിജയമായ സ്ഥലം കാണുമ്പോൾ പേടിയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇരുട്ട് കാണുമ്പോൾ പേടിക്കുന്നവരെ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭയങ്ങളുള്ളവരെ ഒക്കെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കണ്ണിന് കാഴ്ച കുറവുള്ളവരെ ഒക്കെ, കർത്താവ് ശരീരം മുഴുവൻ ഊത്തലുള്ളവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവരെല്ലാം സ്പർശിക്കണം. ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തുന്ന കർത്താവ്, വീണ്ടും കർത്താവ് നിൻ്റെ പഞ്ചക്ഷതങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിയം പ്രാർത്ഥിക്കണം. ഈശോയെ, നിൻ്റെ കരചരണങ്ങളെ ആണിപ്പഴുതുകളെ അനുസ്മരിച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കണം. കർത്താവ്, ഈശോ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പം മഹത്വപ്പെടുത്തണമേ. കർത്താവ്, നിൻ്റെ തിരുവിലാലം മുറിവിനെ ആസ്പദമാക്കിക്കൊണ്ട് അടിയം പ്രാർത്ഥിക്കണം. കർത്താവ്, ഈശോ സർവാംഗം ചമ്മട്ടടിയേറ്റ് നിൻ്റെ ശരീര
മരിച്ചവരുടെ പാടുകളെ അനുസ്മരിച്ചുകൊണ്ട് അടിയും പ്രാർത്ഥിക്കുന്ന കർത്താവ്, ആ വിശുദ്ധമായ രക്തം കർത്താവ് ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അനേക ആയിരങ്ങളെ കർത്താവ് അങ്ങ് തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മാരക രോഗങ്ങൾ തീരവേദനകൾ ഇപ്പോഴും സ്പർശിച്ചുകൊണ്ട് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ രോഗങ്ങൾ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ ചോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ ഗർഭാശയത്തിലെ കുഞ്ഞുങ്ങളാണ്. അതിനെടുത്ത് കളയാൻ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. എടുത്തു കളയാൻ അമ്മയ്ക്കൊരു മനസ്സും ഇല്ല, അത് വളരണില്ല എന്നാണ് പറയണത്. അവ ഗർഭാശയത്തിന് ഇങ്ങനെ കുറേ തകർച്ചകൾ, അങ്ങനെയുള്ള അടിമക്കൾ, വയറ്റിൽ കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുള്ളവരെ ദൈവനാമത്തിൽ അടിവെറ്റ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ഈ സമയം. പരിശുദ്ധ അമ്മ നിങ്ങളുടെ ഉദരത്തെ സ്പർശിക്കുന്ന സമയമാണിത്. ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്ന സമയം, അമ്മ മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. കർത്താവേ, മാനസിക രോഗമുള്ളവരെ ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ മാനസിക രോഗമുള്ളവരുടെ വീട്ടിൽ കഴിയുന്ന ആൾക്കാരെ അവർക്ക് സമാധാനമില്ല, രാത്രി ഉറക്കമില്ല. ഇവരുടെ അലർച്ചയും ബഹളവും ആവശ്യമുള്ള ഇല്ലാത്തതും ചോദിക്കുകയും പറയുകയും കർത്താവെ കൊന്നു കളയാനുള്ള ദേഷ്യം വരെ മനസ്സിൽ തോന്നണ കാരണം പ്രാർത്ഥിക്കാൻ പോലും തകർന്നു പോയ മനസ്സുകളാണ്. പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത മാനസികാവസ്ഥ ഉള്ളവർ, ഇടിഞ്ഞു പൊളിഞ്ഞ കുടുംബങ്ങൾ, അവർ തകർത്ത് കഴിഞ്ഞ കുടുംബങ്ങൾ, മദ്യപാനികൾ തകർത്ത കുടുംബങ്ങൾ, തകർത്ത് കളഞ്ഞ സംസാരം കൊണ്ട് തകർത്ത് കളഞ്ഞ മനസ്സുകൾ. ഇങ്ങനെ എന്ത് ചെയ്യണം, എവിടെ ഓടിപ്പോണം, വല്ലപാടും ചത്താ മതിയായിരുന്നു, അല്ലെങ്കിൽ ഈ പണ്ടാരം ചത്താ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് പ്രാഗി ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സുകളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ മാരക രോഗങ്ങളും മാനസിക രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പ്രീസലാണ് സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. ഇപ്പോഴേ മൗന പ്രാർത്ഥന സമയമാണ്. ആരാധന ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യകാരുണ്യ അനുഗ്രഹത്തിൻ്റെ സമയത്ത് മക്കളെ, അച്ഛൻ വിട്ടുപോയ പ്രാർത്ഥനകളാണ് ഇപ്പോഴും നിങ്ങൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങളും ഉടമ്പടി ചെയ്യാനുള്ളവരും നിങ്ങളെപ്പോഴും ഓർക്കുന്ന നിങ്ങളുടെ അച്ഛൻ ഈ സമയത്തിൻ്റെ പരിധിയിൽ വിട്ടുപോയ വിഷയങ്ങൾ എപ്പോഴും സമർപ്പിക്കുക. വിവാഹ കാര്യമാകാം, സ്ഥലങ്ങൾ വിട്ടുമാറുന്ന കാര്യമാകാം, അല്ലെങ്കിൽ അടുത്ത് വരുന്ന യോഗ്യതാ പരീക്ഷകളുടെ മത്സര പരീക്ഷകളുടെ ടെസ്റ്റുകളാകാം, അല്ലെങ്കിൽ ഫലം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാകാം, പരീക്ഷാ ഫലം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാകാം, ഒക്കെ സമർപ്പിക്കണം. കൈ നെഞ്ചത്ത് വെച്ച് കണ്ണടച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈശോയ്ക്കും തോന്നണം നീ പ്രാർത്ഥിക്കുകയാണെന്നുള്ളത്.